നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ജയ്സൽമീറിലാണ്. എല്ലാവർക്കും ഓൾ ഇന്ത്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ നമ്മളുടെ ആദ്യത്തെ ലൊക്കേഷൻ ബഡാ ഭാഗാണ്. നമ്മൾ കഴിഞ്ഞ ജോധ്പൂർ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതൊരു സെനറ്റോഫ് ആണ്. സെനറ്റോഫ് എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള കുറെ കെട്ടിടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 1156 രാജ്പുത് ക്ലാനിന്റെ ഭാട്ടി എന്ന സെക്ഷനിലെ റാവൽ ജയ്സ്വാൾ ആണ് ജയ്സൽമീറിന്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ജയ്സൽ എന്ന വേർഡ് ജയ്സൽമീറിന് ലഭിക്കുന്നത്. മിർ എന്ന വാക്കിനർത്ഥം മൗണ്ടൻ എന്നാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഏറ്റവും രാവിലെ തന്നെ വന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പാർക്കിങ്ങിനായിട്ടും എൻട്രിക്കായിട്ടും ടോട്ടൽ 300 രൂപ ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ കാണാനായിട്ട്. ബേസിക് ആയിട്ട് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലും ആ ഒരു രാജസ്ഥാനി ആർക്കിടെക്ചർ ഡിസൈനും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ സറൗണ്ടിങ്ങും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഉച്ച സമയത്ത് വന്നാൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ തന്നെ വന്ന് കവർ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു. താർ ഡെസേർട്ടിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സെനറ്റോഫിന് ചുറ്റും നമുക്ക് ഒട്ടനേകം വിൻഡ് മില്ലുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒട്ടുമിക്ക കൺസ്ട്രക്ഷനും യെല്ലോ സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സിറ്റിക്ക് ദ ഗോൾഡൻ സിറ്റി എന്ന പേര് ലഭിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി റോഡ് സൈഡിൽ ഇരുന്ന് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ജയ്സൽമീറിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള ജയ്സൽമീർ ഫോർട്ടും ഇവിടുത്തെ 1-2 ഹവേലിയൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. ഈ ഹവേലിയിലും ഫോർട്ടിലേക്കും ഒക്കെ പോകാനായിട്ടുള്ളത് ഭയങ്കര നാരോ സ്ട്രീറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ ഏറ്റവും അടുത്തായിട്ടൊരു പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് ഇവിടുന്ന് നടന്നാണ് പോകുന്നത്. ഗുജറാത്ത് രാജസ്ഥാൻ സൈഡിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ ഭയങ്കര കുറവാണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പോലത്തെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോകുന്നത്. കുറച്ച് വൃത്തിയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ്. मारी लाडी ने मारी बनी ने झूलन दी जो बना गेंद गजरा मारी बनी ने झूलन दी जो बना गेंद गजरा. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ജയ്സൽമീർ. നമ്മൾ ഈ ഹവേലിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഹവേലികളൊക്കെ കാണാനായിട്ട് തന്നെ നടന്നൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഹവേലീസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അന്നത്തെ സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഭയങ്കര എക്സ്ട്രീം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹവേലിയാണ് നത്മൽ കി ഹവേലി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ ഭയങ്കര ക്രൗഡഡും ആയിരുന്നു. അതുപോലെ തന്നെ എൻട്രി റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം വീഡിയോ കൂടെ എടുക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കണ്ട ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു ഹവേലിയിലാണ് ഞങ്ങൾ കയറിയത്. നമ്മൾ ഈ കാണുന്ന ഹവേലിയുടെ പേര് പട്വ ഹവേലി എന്നാണ്. അവിടെ എൻട്രി ഫീ 50 രൂപയും ക്യാമറ വീഡിയോഗ്രാഫിക്കായിട്ട് 50 രൂപയായിരുന്നു. മറ്റേ ഹവേലിയിൽ അറൗണ്ട് 350-400 റുപ്പീസ് ആയിരുന്നു. എൻട്രിക്കും അറൗണ്ട് 300 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഹവേലിയിൽ കയറിയത്. ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ഒന്നും അല്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത്രയും ക്രൗഡഡും അല്ല. ഈ ഹവേലീസിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ചെളി കൊണ്ടാണ്. അതേസമയം റൂഫിംഗ് തടി ഉപയോഗിച്ചാണ്. ഇത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനെ മാക്സിമം റെസിസ്റ്റ് ചെയ്ത് ചൂടകത്തേക്ക് കയറാതിരിക്കാൻ പാകത്തിനുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. വേറെ ആളുകളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ അതിന്റെ റൂഫ് ടോപ്പ് വരെ കയറി. ഇതുവഴി കയറി കഴിഞ്ഞാൽ കയറാം. मारी बनी ने मारी लाडी ने मारी बनी ने जो बना गेंद गजरा मारी बनी ने झूलन दी जो बना गेंद गजरा. അങ്ങനെയുണ്ട് കാഴ്ച. സൂപ്പറാണ്.
ആ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് നമുക്ക് ഈ സിറ്റിയുടെ ഫുൾ ഏരിയ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജയ്സൽമീർ ഫോർട്ട് കുറച്ച് അകലെയായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാത്തത് ജയ്സൽമീറിൽ ഒരു എയർപോർട്ടുണ്ട്. ജയ്സൽമീർ ഒരു ചെറിയ സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ എയർപോർട്ട് വളരെ അടുത്താണ്. ഈ ഏരിയ എല്ലാം നോ ഫ്ലൈ സോണിൽ വരുന്ന ഏരിയാസ് ആണ്, അതുകൊണ്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാത്തത്. ഹവേലിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ കാണാം. നമുക്കിവിടെ പലതരത്തിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ചില ആളുകൾ സന്യാസിമാരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവരായിട്ടൊന്നും കഴിയുന്നതും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവർ ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ചുമ്മാ വേഷം കെട്ടി നടക്കുന്ന കുറേ ആളുകളാണ്. നമ്മളുടെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിവിടുത്തെ ഹവേലിയിൽ നിന്ന് ഇറങ്ങി ഫോർട്ടിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കടന്നു പോകുന്ന സ്ട്രീറ്റ്സിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം ഭയങ്കര മോശം സിറ്റുവേഷനാണ് കേട്ടോ. ഫുള്ള് സ്മെല്ലും കൊതുകും, അത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമായിട്ട് പോലും. സ്ട്രീറ്റൊക്കെ അത്യാവശ്യം വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഭയങ്കര നാരോ സ്ട്രീറ്റ്സ് ആണ്. അതുപോലെ തന്നെ വീടുകളുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഡ്രെയിനേജ് വരുന്നത്, അതുകൊണ്ട് അത് സുഖമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യയെ മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ, നോർത്ത് ആഫ്രിക്ക എന്നീ റീജിയനുമായിട്ട് പഴയ കാലത്ത് കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ജയ്സൽമീർ. നമ്മളിവിടെ കണ്ട ഹവേലികളും ഈ സിറ്റിയും ഒക്കെ ഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റൂട്ടാണ്. ഈ റൂട്ട് അറിയപ്പെടുന്നത് കാരവൻ റൂട്ട് എന്നാണ്. ഇങ്ങനത്തെ ടോയ്ലറ്റുകളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത് വളരെ മോശമായ ഒരു സംഭവമാണ്. ഭയങ്കര സ്മെല്ല്. ഒന്നും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ പറക്ക് നമുക്ക് കാണാം. नहीं भाई, लिविंग बोर्ड है, समझ में कुछ नहीं। मैं यूट्यूब पे मेरी नहीं कोई प्रॉब्लम नहीं नहीं भैया, थैंक यू. ജയ്സൽമീർ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ജയ്സൽമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രമുള്ള ലിവിങ് ഫോർട്ട്സിലൊന്നാണ് ജയ്സൽമീർ ഫോർട്ട്. ഓൾ സിറ്റി ഏരിയയിലെ 1/4 പോപ്പുലേഷൻ ഫോർട്ടിനുള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 1156 യെല്ലോ സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 869 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഒരു ഫോർട്ടിനുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദ ഗോൾഡൻ ഫോർട്ട് എന്നൊരു വിളിപ്പേര് കൂടി ജയ്സൽമീർ ഫോർട്ടിനുണ്ട്. നമ്മൾ ചിറ്റോഗഡ് ഫോർട്ടിനുള്ളിലേക്ക് പോയപ്പോൾ 7 കവാടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എൻട്രി ഗേറ്റ്സുകളും നമുക്ക് ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. ചിറ്റോഗഡ് ഫോർട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നാരോ ആയിട്ടുള്ള പാസേജുകളാണ്, അല്ലെങ്കിൽ എൻട്രി ഗേറ്റ്സും എൻട്രി പോയിന്റ്സുമാണ് നമുക്ക് ജയ്സൽമീറിൽ കാണാനായിട്ട് സാധിക്കുക. ഈ ഫോർട്ടിനുള്ളിൽ 469 സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. സറൗണ്ടിങ് കൺട്രി സൈഡിൽ നിന്നും 250 അടി ഉയരത്തിലുള്ള ത്രികുത എന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ജയ്സൽമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 റൗണ്ട് ഓഫ് ഫോർട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 3 റൗണ്ട് ഓഫ് ഫോർട്ടിഫിക്കേഷന് ശേഷമാണ് കോർ ഏരിയ ആയിട്ടുള്ള പാലസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കോർ ഏരിയ അറിയപ്പെടുന്നത് റോയൽ സ്ക്വയർ എന്നാണ്. ട്രേഡേഴ്സും വിസിറ്റേഴ്സും എല്ലാം രാജാവിനെ കണ്ടിരുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചാണ്. ജയ്സൽമീറിൽ കണ്ട സീൻ ദിലീപേട്ടൻ്റെ കടയാണ്. എന്താ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കട. ഒന്നും നോക്കണ്ട, കയറിക്കോളി. ജയ്സൽമീർ ഒരു മെയിൻ ട്രേഡ് റൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ട്രേഡ് റൂട്ടിലൂടെ കടന്നു പോകുന്ന കാരവൻസിൽ നിന്നും ചുങ്കം പിരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻകം ആ സമയത്ത് ജനറേറ്റ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടാണ്. എന്നാൽ 13-ാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി നയിച്ചിരുന്ന സീജ് ഏകദേശം 8-9 വർഷം നീണ്ടു നിന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രേഡ് റൂട്ട് അഫക്റ്റ് ചെയ്യപ്പെടുകയും അത് ഇൻഡയറക്ട്ലി ജയ്സൽമീറിനെയും പതുക്കെ തകർക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ രാജാവ് ഒരുപാട് ഫുഡും ആയുധങ്ങളുമൊക്കെ ഈ ഫോർട്ടിനുള്ളിൽ ശേഖരിക്കുകയും ഈ ഫോർട്ട് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഗ്രാജുവലി അലാവുദ്ദീൻ ഖിൽജി ഈ ഫോർട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ചിറ്റോഗഡ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ അന്ന് രാജ്പുത് സ്ത്രീകൾ
ജോവാർ ചെയ്ത പോലെ തന്നെ ജയ്സൽമീറിലും ജോവാർ നടന്നിട്ടുണ്ട്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭാട്ടീസ് ഈ ഫോർട്ട് തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം 16-ാം നൂറ്റാണ്ട് വരെ ഇവർ ഈ ഏരിയ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. 1570 അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഈ മുഗൾസ് ഈ ഏരിയ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പുണ്ടായപ്പോൾ തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്ത് ഈ റീജിയൻ സേഫ് ആക്കിയാണ് അന്നത്തെ രാജാവ് ചെയ്തത്. അക്ബർ ചക്രവർത്തിയുമായിട്ടുള്ള ഈ വിവാഹത്തിന് ശേഷം ഭാട്ടീസും മുഗൾസും കോ എക്സിസ്റ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഈ റീജിയൻ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയൊക്കെ ഉണ്ടായി. എന്നാൽ ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1819 ഇതൊരു ബ്രിട്ടീഷ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഇതിനുശേഷം ജയ്സൽമീറിന്റെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. ബോംബെയിൽ പോർട്ടും കൂടെ സ്ഥാപിച്ചതിന് ശേഷം ഈ ട്രേഡ് റൂട്ടിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയും പിന്നീട് ജയ്സൽമീറിന്റെ പ്രാധാന്യം നഷ്ടമാവുകയാണ് ചെയ്തത്. ഫോർട്ടിനുള്ളിൽ നമുക്ക് ജെയിൻ ടെമ്പിൾസും കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ എങ്ങനെ പോണേ എനിക്കും അറിയില്ല, അതാണ് കുഴപ്പം. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് വോളിൽ നമുക്ക് 99 സർക്കുലർ ബാസ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും. ബാസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വാച്ച് ടവേഴ്സ് അല്ലെങ്കിൽ കോട്ട എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. ഇന്ത്യ പാക് ബോർഡറിലേക്ക് വെറും 100-150 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജയ്സൽമീർ ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഒരു മെയിൻ ക്യാമ്പിംഗ് ഏരിയ കൂടിയാണ്. ഫോർട്ടിൽ നിന്നിറങ്ങി നമ്മൾ നേരെ പോയത് അടുത്തുള്ള ഗാന്ധിസാർ ലേക്കിലേക്കാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ. ഒരു കാലത്ത് ജയ്സൽമീറിലെ മുഴുവൻ ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ലേക്കിൽ നിന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ ഈ ലേക്ക് റിനോവേറ്റ് ചെയ്ത റാവൽ ഗഡ്സി ബാട്ടി എന്ന രാജാവിന്റെ പേരിലാണ് ഈ ലേക്ക് അറിയപ്പെടുന്നത്. നിലവിൽ ഇതിലേക്ക് വെള്ളം വരുന്നത് ഇന്ദിരാഗാന്ധി കനാൽ സിസ്റ്റം ത്രൂ ആണ്. ഇവിടെ ഈവനിങ് ലൈറ്റ് ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 300 രൂപയ്ക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് മെഷീൻ നമ്മൾ തന്നെ റോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ പെഡൽ ചെയ്യുന്ന ബോട്ടുകളാണ്. നല്ല വെയിലായതുകൊണ്ടും ഞങ്ങൾ രണ്ടാളും നടന്ന് ടയേർഡ് ആയതുകൊണ്ടും ബോട്ടിങ്ങിനൊന്നും നിന്നില്ല. നിലവിൽ ജയ്സൽമീർ ടൂറിസത്തിൽ ഹൈലി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ലേക്കൊക്കെ കണ്ട് ഗോൾഡൻ സിറ്റിയോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബിക്കാനീറിലേക്കാണ്. നമ്മളുടെ ഹൈവേസിൽ സാധാരണ നമ്മൾ കാണുന്നത് പശുവിനെയും പട്ടികളെയൊക്കെ ആണെങ്കിൽ ജയ്സൽമീറിൽ നമുക്ക് കാണാൻ കഴിയുക ഒട്ടകങ്ങളെയാണ്. झूला घाल्या बन्ना रे बाग में झूला घाल्या बन्ना रे बाग में झूला घाल्या मारी बनी ने मारी लाडी ने मारी बनी ने झूलन दी जो बना गेंद गजरा मारी बनी ने झूलन दी जो बना गेंद गजरा. ജയ്സൽമീറിൽ നിന്നും ബിക്കാനീറിലേക്ക് 331 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ രാത്രിയാണ് ബിക്കാനീറിലെത്തിയത്. നമ്മൾ ഈ കാണുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ മെയിൻലി ഹിന്ദുസിൻ്റെയൊക്കെ വിവാഹ ചടങ്ങുകൾക്ക് കല്യാണച്ചക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് ബറാത്ത് എന്നാണ് പറയുന്നത്. കുതിരപ്പുറത്തൊക്കെ കയറി ആണ് വരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് വളരെ ഔപചാരികമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്ത് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കാനീറിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗോൾഡൻ സിറ്റിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ. मारी बनी ने मारी लाडी ने मारी बनी ने रखड़ी ले जो बना गेंद गजरा.